ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه
قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരാഴ്ചക്കാലമായി സൂറത്ത് യാസീൻ ഒരു ചെറിയ വിവരണം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാം നടത്തി വരുന്നു. ഇന്നത്തതോടുകൂടി അല്ലാഹു അനുഗ്രഹിച്ചാൽ നമ്മുടെ ഈ പരിപാടി സൂറത്ത് യാസീനിന്റെ അവസാനം വരെ ഓതി തീർത്തുകൊണ്ട് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മിൽ നിന്നും ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ലോകത്ത് പഠിപ്പിക്കുകയും അവിടുത്തേക്ക് സമാധാനം നൽകുകയും അതുപോലെ അവിടുത്തേക്ക് ശക്തി പകരുകയും അവിടുന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം വ്യക്തമായി വിളിച്ചോതുകയും അവിടുന്ന് കൊണ്ടുവന്ന ആശയത്തിന്റെ പവിത്രത ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ആ ഖുർആനുമായി പറഞ്ഞയച്ച റബ്ബിന്റെ ഏകത്വത്വത്തിലേക്ക്, അവന്റെ അധികാരത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ പിടിച്ച് കൊണ്ടുപോവുകയും അവസാനം മരണമുണ്ട്, അതുപോലെ പടച്ച റബ്ബിന്റെ അടുക്കൽ ഹാജരാക്കലുണ്ട്, ചോദ്യമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇങ്ങനെ തുടങ്ങിയ അടിസ്ഥാനപരമായ വിഷയങ്ങളാണല്ലോ സൂറത്ത് യാസീനിൽ ഏറ്റവും പ്രധാനമായി പരാമർശിച്ചിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട സൂറത്ത് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു തആല പഠിപ്പിച്ചു, വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. ഇന്നലെ നാം അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു പാട്ടുകാരനാണ് എന്ന് ശത്രുക്കൾ പറഞ്ഞു കളഞ്ഞു. അവർ അങ്ങനെ മാറ്റി മാറ്റി പല ആരോപണങ്ങളും പറഞ്ഞിരുന്നു. അതിലൊരു ആരോപണമാണ് ഷായിഖുൻ മജ്നൂൻ, മാനസിക അസ്വസ്ഥതയുള്ള ഒരു പാട്ടുകാരനാണ്, അല്ലെങ്കിൽ ജിന്നുകൂടിയവനാണ് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, ലോകത്തുള്ള ഏത് ഗാനങ്ങളെയും മറികടക്കുന്ന ഏറ്റവും ശ്രവണമധുരമായ, എത്ര തന്നെ കേട്ടാലും മതിവരാത്ത, എത്ര അർത്ഥം പറഞ്ഞാലും തീരാത്ത, എത്ര തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പിന്നെയും കേൾക്കണമെന്ന് തോന്നുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മനഃപ്പാഠമാക്കിയ ഗ്രന്ഥമാണല്ലോ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിലെ അർത്ഥവത്തായ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോൾ അവര് പറഞ്ഞു, മുഹമ്മദ് പാട്ടുകാരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുകയാണ്, വമാ അല്ലംനാഹു ശിഅറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ പാട്ട് പഠിപ്പിച്ചിട്ടില്ല. പാട്ട് പാടുന്ന ചില ആളുകൾ ഉണ്ട്, അവർക്ക് പെട്ടെന്ന് പാടാൻ സാധിക്കും. അതൊരു പ്രത്യേകമായ ഒരു പ്രകൃതിപരമായി അള്ളാഹു കൊടുക്കുന്ന ഒരു കഴിവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ പാട്ട് പാടാനുള്ള ഒരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടേ ഇല്ല. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു. അത് അവിടുത്തെ ഉന്നതമായ സ്ഥാനത്തോട് യോജിച്ച കാര്യവും അല്ല. അതുകൊണ്ടാണ് അത് കൊടുക്കാതിരുന്നത്. കാരണം അവിടുന്ന് എല്ലാ സാഹിത്യങ്ങളെക്കാളും, എല്ലാ ഗാനങ്ങളെക്കാളും, പദ്യങ്ങളെക്കാളും ഒക്കെ ഏറ്റവും മുന്തിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായി ലോകത്തേക്ക് വരുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ ദിക്റും വ ഖുർആനും മുബീൻ. അവിടുന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് അത് വ്യക്തമായ ഖുർആനാണ്. അതോടുകൂടെ തന്നെ അത് ഉത്ബോധനമാണ്, അത് വലിയ ദിക്റാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ സ്ഥാനത്തോട് പാട്ട് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാട്ട് പാടിക്കൊടുക്കാൻ ശിഷ്യന്മാരുണ്ടായിരുന്നു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ട് പാടാറില്ല. അവിടുന്ന് ഗാനമുണ്ടാക്കുന്ന ആളല്ല. അതേസമയത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള പല സഹാബികളും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ശത്രുക്കൾ ഗാനം പാടിയപ്പോൾ അവരെ നേരിടാൻ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയും, എന്നിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് എന്റെ മദ്ഹ് പാടാൻ നിങ്ങൾ മിമ്പർ വെച്ച് കൊടുക്കണം, സ്റ്റേജ് ഒരുക്കി കൊടുക്കണം എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഗാനങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയപ്പോൾ അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ റൂഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥന വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. കാരണം ലോകത്ത് കഴിവുള്ളവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അസ്തഖ്ദിറുക ബിഖുദ്റതിക, അല്ലാഹുവേ നിന്റെ കഴിവ് കൊണ്ട് ഞാൻ കഴിവ് തേടുന്നു. കാരണം അന്ത തഖ്ദിറു വലാ അഖ്ദിറു, നീ കഴിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനല്ല. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായി ഹദീസിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കഴിവുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു നിങ്ങൾ ദുആ ചെയ്തത് എന്താണ്? പടച്ചവനെ നീ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവിടെ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നീ ഹസ്സാനിനെ ശക്തിപ്പെടുത്തണേ എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല, മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അലീമൻ ഹകീമാ.
അള്ളാഹുവിന് ഒരാളിലേക്കും ആവശ്യമില്ലെങ്കിലും അവൻ ചില മഹാത്മാക്കൾക്ക് പവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അതിനാൽ ആ മഹാന്മാര് മുഖേന ആ മഹാന്മാരെ സൈന്യങ്ങളാക്കി നിശ്ചയിച്ച് അവര് മുഖേന അല്ലാഹു തആല സഹായം നൽകുന്നു. അക്കൂട്ടത്തിൽ ഒരു വലിയ മഹാത്മാവാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ വൽ മുദബ്ബിറാത്തി അംറാ, എല്ലാ വിഷയങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹയാണല്ലോ. യുദബ്ബിറുൽ അംറ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അങ്ങനെ എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ് തന്നെ പറഞ്ഞു വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന കുറെ മഹാത്മാക്കളുണ്ട്, അവരെ തന്നെയാണ് സത്യം. എന്താണ് ഇതിനർത്ഥം? അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ട്, അല്ല കൊടുക്കുന്ന ശക്തി കൊണ്ട്, അല്ല നിമിത്തമായി വെച്ചതിനാൽ ഒരുപാട് മഹാന്മാർ അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം, അല്ല കഴിവ് കൊടുക്കുന്നത് പ്രകാരം, അവന്റെ തീരുമാനപ്രകാരം, അവന്റെ ഉദ്ദേശപ്രകാരം ഇവിടെ നിയന്ത്രിക്കുന്നവരുണ്ട്. അതാണ് വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്ന് പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു. ആ അൽ അർവാഹുൽ മുഖദ്ദസ, പരിശുദ്ധാത്മാക്കളിൽ വലിയ പ്രമുഖനാണ് മലക്ക് ജബ്രായീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നീ ശക്തി കൊടുക്കണേ അല്ലാ. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്റെ മദ്ഹ് പാടുന്ന ആളാണ്, എന്റെ മദ്ഹ് പറയുന്ന ആളാണ്. ആ ഹസ്സാൻ ഇബ്നു സാബിത്തിന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നീ ശക്തി കൊടുക്കണേ അല്ലാ. ഈ ദുആ പഠിച്ചത് കൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ സനദിലുള്ള മഹാപണ്ഡിതന്മാർ, അതേ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, അറിയാമല്ലോ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ. ഞാൻ മുമ്പിവിടെ സനദ് വായിച്ച് മറ്റൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. എന്റെ വന്യരായ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ്, ഉസ്താദിന്റെ ഗുരുവര്യരായ കീഴന ഉസ്താദ്, അവിടുത്തെ ഗുരുവര്യരായ ശംസുൽ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, അവിടുത്തെ ഗുരുവര്യരായ കുഞ്ഞഹമ്മദ് ഹാജി, അവിടുത്തെ ഗുരുവര്യരായ വളപ്പിൽ ഉസ്താദ്, അങ്ങനെയുള്ള വലിയ മഹാന്മാർ അവരാണല്ലോ ബദർ മൗലിദ് എഴുതിയത്. ആ ബദർ മൗലിദിൽ നിങ്ങൾ കണ്ടില്ലേ, ബദരീങ്ങൾ കവലിലേകല്ലാ എന്ന് ബദർ മൗലിദിൽ പറഞ്ഞതിന്റെ ഒരു അർത്ഥം തന്നെ അതേ രൂപത്തിൽ ബദർ പാട്ടിലും കാണാം, ബദർമാല പാട്ടിലും കാണാം. ഓ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബദരീങ്ങളിൽ ഒരാളാണ്. അതുപോലെ തന്നെ സഹാബികളും പലരുമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബദരീങ്ങളിൽ ഒരു മെമ്പറാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അതിലുണ്ട്. അതുപോലെ പല മഹാത്മാക്കളുമുണ്ട്. ബദരീങ്ങൾ കാവലിലേകല്ലാ എന്ന് പറയുന്ന ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. ഇമാം ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവ് മുഖേന നീ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ കൊടുക്കൽ പലപ്പോഴും മഹാന്മാര് മുഖേനയാണ്. നമുക്ക് റൂഹ് തന്നു അല്ലാഹു തആല, മലക്കുകൾ മുഖേനയാണ്. നമ്മളെ റൂഹിനെ അല്ലാഹു തആല പിടിച്ചെടുക്കുന്നു, മലക്ക് മുഖേനയാണ്. നമുക്ക് അല്ലാഹു റിസ്ക് തരുന്നു, മലക്ക് മുഖേനയാണ്. വെള്ളം തരുന്നു, മലക്ക് മുഖേനയാണ്. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ അല്ലാഹു തആല ഇവിടെ ചെയ്യുന്ന പലതും അവൻ ഉദ്ദേശിച്ച മഹാന്മാര് മുഖേനയാണ്. അങ്ങനെയാണെന്ന് വിശ്വസിക്കുമ്പോഴേക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് തെറ്റിദ്ധരിച്ചു പോയത് വല്ലാത്ത അബദ്ധമായി പോയിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ മദ്ഹ് ഗാനം പാടാൻ വേണ്ടി പ്രത്യേകം സഹാബികൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് പാട്ട് പാടുന്ന ആളല്ല. വമാ അല്ലംനാഹു അശ്ശിഅറ
വമാ യംബഗീ ലഹു. നല്ല പാട്ടുകൾ നല്ലതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിനശ്ശിഇരി ലഹിക്മ, നല്ല പാട്ടുകളിൽ തത്വജ്ഞാനമുണ്ട്, നല്ല തത്വങ്ങൾ അടങ്ങിയ പദ്യങ്ങളുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഒരു പദ്യം ചൊല്ലിത്തരുമോ? അത് ലബീദിന്റെ പദ്യമാണെന്നാണ് എന്റെ ഓർമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അതാ ചൊല്ലിക്കൊടുത്തു, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹല തസായിലു. അങ്ങനെയും നമുക്ക് ബുഖാരിയിൽ കാണാം, അല്ലാഹയല്ലാത്തതൊന്നും ഉള്ളതിൽ പറയാനില്ല, അതൊക്കെയും ബാത്തിലാണ്, നിലനിൽക്കാത്തതാണ്. അല്ലാഹു മാത്രമാണ് നിലനിൽപ്പുള്ളവൻ. ഓ മുഅ്മിനീങ്ങളെ, അതാണ് ചില റാത്തീബിന്റെ ദിക്റുകളിൽ ലാ അന ഇല്ല അന്ത അല്ലെങ്കിൽ മാ അന ഇല്ല അന്ത. ചില മഹാന്മാർ പറഞ്ഞതാണ്, ഞാൻ ഇല്ല, ഞാൻ ഇല്ല, അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ബുഖാരിയിലെ ഹദീസും അതാ പദ്യം പഠിപ്പിക്കുന്നത്, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. അല്ലാഹയല്ലാത്തതൊക്കെയും അതാ പറയാനുള്ളതല്ല, അതുകൊണ്ട് ഉള്ളതിൽ പറയാനില്ല. കാരണം എല്ലാ വസ്തുക്കളും ഇവിടെ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹല തസായിലു. ഇത് തന്നെയാണ് ചില മഹാന്മാർ ചില റാത്തീബുകളിൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഉള്ളവൻ ഇല്ല, മറ്റുള്ളതൊന്നും ഒരു ഉള്ളതിൽ പറയാനില്ല എന്നാണ് അതിന്റെ സാരമെന്ന് ഉമർ ഖാനി റഹിമഹുല്ലാഹ് വിവരിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരെ, നമ്മൾ പറയാറില്ലേ, നാദാപുരം ടൗണിലൂടെ ഒരു ബസ് പോകുമ്പോ ആ ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും രണ്ടാളുകളും മാത്രമേ ഉള്ളൂ. ആ ബസ്സിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ ആരുമില്ലാതെ ബസ് പോവും, അതിനർത്ഥം ഉള്ളതിൽ പറയാനില്ല എന്നാണ്. ഇതുപോലെ അല്ലാഹയല്ലാതെ ഉള്ളവൻ ഇല്ല, ഉള്ളതിൽ പറയാനില്ല. മറ്റുള്ളതൊക്കെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്, അവന്റേതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള തത്വജ്ഞാനമുള്ള പദ്യങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെയും കാണാം, വലിയ മഅ്ജിസത്ത് മുഖേന വെള്ളമില്ലാതെ മുഴുവൻ ആളുകളും വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന്, നബിയേ, വെള്ളമില്ല, ഹലക്നാ വഅത്സ്നാ, ദാഹിച്ച് വിശന്ന് മരിക്കാറാകുന്ന വിധത്തിലായിപ്പോയി നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയ ചില സന്ദർഭങ്ങൾ, അതിൽ ചിലപ്പോൾ അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. മറ്റു ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽപോട്ട് കൈയുയർത്തി പ്രാർത്ഥിച്ച് മഴ പെയ്യിപ്പിച്ചു കൊടുത്ത സന്ദർഭമുണ്ട്. ആ മഴ, ശക്തമായ മഴ, ആ മഴ പെയ്തപ്പോൾ അത് കണ്ട് അനുഭവിക്കുന്ന സഹാബത്തിനോട് ചോദിച്ചില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാഴ്ചയോളം തുടരെ മഴ പെയ്തിട്ട് മഴ നിൽക്കാതെ വന്നപ്പോൾ ആ നബിയെ തന്നെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത് സഹായം തേടിയിട്ട് അവിടുന്ന് തന്നെ അതാ നേരത്തെ മഴയ്ക്ക് വേണ്ടി ചെയ്ത ഓർഡർ ക്യാൻസലാക്കി, ഇനി ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മഴ വേണ്ട, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ എന്നതാ അവിടുന്ന് പറഞ്ഞപ്പോൾ മഴക്കാറ് പെട്ടെന്ന് നീങ്ങിപ്പോയ ഹദീസുണ്ടല്ലോ ബുഖാരിയിൽ. ഓ മുഅ്മിനീങ്ങളെ, ആ സമയത്ത് അവിടുന്ന് ചോദിച്ചില്ലേ, ആർക്കെങ്കിലും ചൊല്ലിത്തരാൻ കഴിയുമോ? അബൂ താലിബിന്റെ പദ്യം മഹാനായ അലി റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുത്തില്ലേ, യുസ്തസ്ഖൽ ഗമമു ബിവജിഹി സിമാലുൽ യതാമ ഇസ്മത്തുൽ ലിൽറാമിലി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായിരുന്ന കാലത്ത് തന്നെ അബൂ താലിബിന് അറിയാം, ഇതൊരു സാധാരണ കുട്ടിയല്ല, ഒരു സാധാരണ പയ്യനല്ല, ഇതൊരു വല്ലാത്ത മഹാനാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ആ അബൂ താലിബ് ചൊല്ലിയതാണ് സൗന്ദര്യമുള്ള ശരീരം, ആ മഹത്തായ ശരീരം മുൻനിർത്തി പടച്ചവനോടതാ ശരീരത്തെ തവസ്സുലാക്കി ഇടയാളരാക്കി പ്രാർത്ഥിച്ചാൽ മഴ കിട്ടുന്നതാണ് ജനങ്ങളെ. മാത്രമല്ല സിമാലുൽ യതാമ ഇസ്മത്തുൽ ലിൽറാമിലി, വിധവകൾക്കും അനാഥകൾക്കൊക്കെ സംരക്ഷണം നൽകുന്ന, കാവൽ നൽകുന്ന നേതാവാണ്. ഈ അർത്ഥം വരുന്ന പദ്യം അലി റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പ്രസന്നമായില്ലേ? അപ്പൊ നല്ല നല്ല പദ്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന പദ്യങ്ങൾ, അല്ലാഹുവിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന പദ്യങ്ങൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുന്ന പദ്യങ്ങൾ, മനുഷ്യനെ സൽസ്വഭാവത്തിലേക്ക് നയിക്കുന്ന പദ്യങ്ങൾ, ആ പദ്യത്തിനൊരു തകരാറുമില്ലെന്ന് മാത്രമല്ല അങ്ങനെ നല്ല ഹിക്മത്തുള്ള പദ്യങ്ങൾ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, പദ്യം ചൊല്ലുന്നവൻ ഏറ്റവും ശ്രദ്ധിക്കുക, അതേ പദ്യം ചൊല്ലുന്നവൻ ഏറ്റവും ശ്രദ്ധിക്കുക ആ പദ്യത്തിന്റെ വാചകത്തിലേക്കാണ്. അത് ആ വാചകം ക്ലിയറാകണം, അതിന്റെ പ്രാസമൊക്കണം. പ്രാസമൊപ്പിച്ച് പറയാനാണ് പദ്യക്കാരൻ ശ്രമിക്കുക. അങ്ങനെ സമർപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ആവശ്യമില്ലാത്ത വാചകങ്ങളും ചിലപ്പോൾ കൂട്ടിച്ചേർത്തേക്കും. എന്തിന്? പ്രാസമൊപ്പിക്കാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ, അവിടുന്ന് ശാരിയാണല്ലോ, അള്ളാന്റെ ദീന് പറയാൻ വന്ന വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രാസമൊപ്പിക്കാൻ വേണ്ടി അതാവശ്യമായ വാക്കുകൾ കൂട്ടിയും കുറച്ചും പറയുന്ന ഏർപ്പാടിലേക്ക് പോകുന്ന വ്യക്തിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അവിടുത്തെ നാവിലൂടെ വരുന്ന ഓരോ വാചകങ്ങളും വലിയ വലിയ അർത്ഥത്തിന് വേണ്ടി തന്നെയുള്ള വാചകങ്ങളാണ്. അതുകൊണ്ട് പ്രാസമൊപ്പിക്കുന്ന ഏർപ്പാടുകാരനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി. അതാ പറഞ്ഞത് വമാല്ലംനഹു ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. വ്യക്തമായി പഠിപ്പിക്കേണ്ട ആശയങ്ങളും ഉത്ബോധനങ്ങളുമാണ് പരിശുദ്ധ ഖുർആൻ, അവിടുന്ന് കേൾപ്പിക്കുന്ന വചനങ്ങൾ. ഓ സഹോദരന്മാരെ, തന്നെയാണ് നിങ്ങൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ ചില അർത്ഥവത്തായ വാചകങ്ങൾ വന്നപ്പോൾ അതേ അവിടുന്ന് പ്രാസമൊപ്പിച്ച് പറഞ്ഞ വാക്കുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിൽ വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അനന്നബിയു ലഖദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, അനന്നബിയു ലഖദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധീരമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ശത്രുക്കളുടെ മുന്നിലിറങ്ങി ശത്രുക്കൾ വെട്ടാനും കുത്താനും വന്നപ്പോ പലരും ഭയപ്പെടുമ്പോൾ ധൈര്യത്തോടെ നിന്ന് നേതൃത്വം നൽകിയ നബിതങ്ങൾ ഇങ്ങനെ പ്രാസമൊപ്പിച്ചു വന്ന ചില വാചകങ്ങൾ അവിടുത്തെ വാചകത്തിൽ വന്നിട്ടുണ്ട്. അത് പ്രാസം ഒപ്പിക്കാൻ പോയതല്ല, പറഞ്ഞ വാചകം ഒത്തു വന്നതാണ്, അതിന് വിരോധമില്ല. അതുകൊണ്ടൊരാൾ പാട്ടുകാരനാകുന്നില്ല. അത് വിശദമായി പണ്ഡിതന്മാർ അത്തരം വിഷയങ്ങളൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാനൊരു സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. നമുക്കിന്ന് യാസീൻ തീർക്കണമല്ലോ, അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല. ഇൻഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ.
അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന വാചകങ്ങൾ ദിക്റാണ്, ഖുർആനാണ്. ആ ദിക്റും ഖുർആനും ആർക്കാണ് ഫലം ചെയ്യുന്നത്? രണ്ട് കൂട്ടരുണ്ട് ലോകത്ത്. ഒന്ന് മനസ്സ് നിർജീവമാകാത്ത, മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. ആ കക്ഷികൾക്കാണത് ഫലം ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവരെപ്പറ്റി ഖുർആൻ പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. ഇങ്ങനെ പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ആ ഹൃദയങ്ങൾ കൊണ്ടവർ ചിന്തിക്കൂല. അവർക്ക് കണ്ണുകളുണ്ട്, അവർ നോക്കേണ്ടത് നോക്കി മനസ്സിലാക്കൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. കാതുകൊണ്ട് കേൾക്കേണ്ടത് അവർ കേൾക്കൂല, കേട്ട് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കൂല. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. അവർ മൃഗതുല്യരാണ്, ചിന്താശക്തിയില്ല. അറിയാമല്ലോ, മൃഗത്തിന് ചിന്താശക്തിയില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടല്ലേ എല്ലാ ആളുകളെ കയ്യിലും ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട്. പക്ഷെ ഒരൊറ്റ പോത്തിന്റെ കയ്യിലും മൊബൈൽ ഫോണില്ല. പണ്ട നടക്കും പോലെ പോത്തിപ്പോഴും നടക്കുന്നു. ഇപ്പോൾ പലരും പല നല്ല നല്ല സ്ഥലത്ത് കയറി കിടക്കുന്നു. നമ്മളെ പോത്തുകൾ ഇപ്പോഴും ചളിയിൽ തന്നെ കിടക്കുന്നു, അല്ലേ? ചിലപ്പോൾ ചില പോത്തുകൾ അതാ ചില വാഹനങ്ങളിൽ കയറി പോകുന്നത് കാണാം. അത് പോത്ത് വാഹനം ഉണ്ടാക്കിയതല്ല, പോത്ത് വാഹനം നിർമ്മിച്ചതല്ല, പോത്ത് വാഹനം ഡ്രൈവ് ചെയ്തതല്ല, പോത്തിനെ മനുഷ്യൻ പിടിച്ച് കയറ്റിയതാണ്. ആകയാൽ പോത്തിന് പുരോഗതിയില്ല, അതുപോലെ മൂരിക്ക് പുരോഗതിയില്ല, അതുപോലെ ആട്ടിന് പുരോഗതിയില്ല. എന്തേ കാരണം? ചിന്താശക്തിയില്ല, ബുദ്ധിശക്തിയില്ല. എന്നാൽ സുഹൃത്തേ, മനുഷ്യൻ അതാ ചിന്തിക്കാത്ത രൂപത്തിലായി പോയാൽ ആ മനുഷ്യനും ഉലൈക കൽ അൻആം, ആ മനുഷ്യൻ കന്നുകാലികളെ പോലെയാണെന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബൽഹും അളൽ, അതിനേക്കാളും പിഴച്ചുപോയി. അറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്ത ഒട്ടകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്ത ഒട്ടകങ്ങളുണ്ട്. നബി തങ്ങളോട് സങ്കടം പറഞ്ഞ ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, അതുപോലെ മാനുകളുണ്ട്, പല മൃഗങ്ങളുമുണ്ട്. ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നും പറഞ്ഞുകൂടാ എന്ന് പറയുന്ന കൂട്ടരില്ലേ? ഇരിക്കട്ടെ, അതുപോലെ പലരുമുണ്ട്. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നബി തങ്ങളെ വെറും സാധാരണ മനുഷ്യനായി കാണുന്നവനും അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനത്തെ പുച്ഛിച്ച് തള്ളുന്നവനും അങ്ങനെ പലരുമുണ്ടല്ലോ. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. അതേ, ബുദ്ധിശക്തിയല്ലേ മനുഷ്യന്റെ വലിയ പവർ. അത് മനുഷ്യന്റെ മനസ്സിന് സജീവതയുള്ളവൻ, അവൻ ബുദ്ധിശക്തിയുള്ളവനാണ്. അവനാണ് നബിയെ തങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ ഓതി താക്കീത് ചെയ്യുമ്പോൾ ഖുർആൻ കേട്ട് ഭയപ്പെട്ടും ഖുർആൻ കേട്ട് പാഠങ്ങൾ പഠിച്ചും നന്നാകുന്നത് ബുദ്ധിശക്തിയുള്ള, ചിന്തശക്തിയുള്ള മനുഷ്യനാണ് കേട്ടോ. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഒരൽപ്പവും നന്ദിയില്ലാത്ത മനുഷ്യൻ, അവിശ്വാസത്തിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ, വിശ്വസിക്കേണ്ടത് എന്ത് പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കാത്ത മനുഷ്യൻ, അവന്റെ മേൽ അതാ അല്ലാഹുവിന്റെ വചനം ബന്ധമായി പോയി, അവൻ അതിനർഹതപ്പെട്ടു പോയി. അതേല അംല അന്ന ജഹന്നം, നരകം നമ്മൾ നിറക്കുമല്ലോ. അല്ലാഹ് പറഞ്ഞതല്ലേ, വലകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ജിന്നുകളാലും മനുഷ്യരാലും ജഹന്നമിനെ നമ്മൾ നിറക്കുമെന്നല്ല പറഞ്ഞതല്ലേ? അതിനും വേണമല്ലോ ഒരു കൂട്ടര്. അതാണ് അല്ലാഹ് പറയുന്നു, വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. നന്ദിയില്ലാത്ത ജനങ്ങൾ, വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാത്ത ജനങ്ങൾ, അവർക്ക് റബ്ബിന്റെ വചനം ബന്ധപ്പെട്ടു പോയി. ഓ സഹോദരന്മാരെ, ഇവിടെ മുസ്ലിമീങ്ങൾക്കാർക്കും ഈ ആയത്ത് ഇന്ന് വരെ അലിമീങ്ങൾ പറഞ്ഞിട്ട് സംശയമില്ലല്ലോ.
ചില ആളുകൾ അതിൽ നിന്ന് കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, മരിച്ച മയ്യിത്തിനടുക്കൽ ഖുർആൻ ഓതരുതെന്നാണ്. വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവര് പറയുകയാണ് ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് ചെയ്യാനാണ് ഖുർആൻ എന്ന് പറഞ്ഞില്ലേ? അവരർത്ഥം വെച്ചത് അങ്ങനെയാണ്. ഓ മനുഷ്യ, അതിന്റെ അർത്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് ചെയ്യാൻ മാത്രം എന്നല്ല, മറിച്ച് നീ മനസ്സിലാക്കണം, മനസ്സ് സജീവമായ വ്യക്തികൾക്ക് താക്കീത് ഫലം ചെയ്യുന്നുവെന്നാണ്, അല്ലാത്തവർക്ക് ഫലം ചെയ്യുന്നില്ലെന്നാണ്. അത് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മുസ്ലിമേ, ഇന്ന് വരെ ലോകത്ത് തർക്കമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ മുസ്ലിമീങ്ങൾ മയ്യിത്തും മുന്നിൽ വെച്ചിട്ട് ഈ മയ്യിത്തിന്റെ പേരിൽ ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന കരുത്തോടെ അല്ലാഹു അക്ബർ എന്ന് ദിക്റും ചൊല്ലി, ആ മയ്യിത്തിന്റെ പേരിൽ ദിക്റും ചൊല്ലി, ആ മയ്യിത്തിന്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി, വീണ്ടും അല്ലാഹു അക്ബർ എന്ന് മയ്യിത്തിന്റെ പേരിൽ ഒരു ദിക്ർ ചൊല്ലി, എന്നിട്ട് ആ മയ്യിത്തിന്റെ പേരിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തും ചൊല്ലി, എന്നിട്ട് സുഹൃത്തുക്കളെ വീണ്ടും മയ്യിത്തിന്റെ പേരിൽ അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി, എന്നിട്ട് മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്നൊരു ദിക്ർ മയ്യിത്തിന്റെ പേരിൽ ചൊല്ലിയിട്ട് പിന്നെയും അതാ സലാം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് മുസ്ലിം ലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ നടന്നു വരുന്നില്ലേ? മയ്യിത്തും മുന്നിൽ വെച്ച് സൂറത്തുൽ ഫാത്തിഹ എന്ന ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള സൂറത്തോതിയിട്ട് സലാത്തും ചൊല്ലി ദുആ നടത്തുന്ന മയ്യിത്ത് നിസ്കാരം, അത് ഖുർആനിനെതിരാണെന്നല്ലേ ഇപ്പറയുന്നവരുടെ കണ്ടുപിടുത്തം? പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് കളിക്കുന്ന കക്ഷികളുടെ ശർറിൽ നിന്ന് മുഅ്മിനീങ്ങളെ ഈമാൻ നീ കാക്കണേ അല്ലാഹ്. റബ്ബിനോട് കാവൽ ചോദിക്കുന്നു. അപ്പോൾ യുൻദിറ മൻ കാന ഹയ്യൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മയ്യിത്ത് മുമ്പിൽ വെച്ച് ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ്. ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. അങ്ങനെ ഒരു മനുഷ്യൻ വാദിച്ചാൽ അവൻ ഇസ്ലാമിലെ മയ്യിത്ത് നിസ്കാരം ചോദ്യം ചെയ്തവനാണ്. മയ്യിത്ത് മുമ്പിൽ വെച്ചിട്ടല്ലേ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുന്നത്? അത് മയ്യിത്തിന്റെ പേരിലാണെന്നതിൽ സംശയമുണ്ടോ? നിയ്യത്ത് ചെയ്തത് തന്നെ മയ്യിത്തിന്റെ പേരിൽ തന്നെ. മയ്യിത്തിന്റെ പേരിൽ ദിക്ർ, മയ്യിത്തിന്റെ പേരിൽ ഫാത്തിഹ, മയ്യിത്തിന്റെ പേരിൽ ദുആ, മയ്യിത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് അല്ലേ? അതല്ലേ മയ്യിത്ത് നിസ്കാരം? ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ അതിനുശേഷം നമ്മളെ പഠിപ്പിക്കുന്നു, അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. അതേ, ബുദ്ധിയില്ലാത്ത ജനങ്ങളെ കുറിച്ച്, കന്നുകാലികളെക്കാൾ അതപ്പതിച്ചു പോയവരെ കുറിച്ച് നേരത്തെ ഖുർആനൊന്ന് ചൂണ്ടിയല്ലോ. അതിനുശേഷം അല്ലാഹു തആല കന്നുകാലികളെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു ശല്യവുമില്ല, അത് ലോകത്തൊരാളെ ഈമാനും കവരുന്നില്ല, ഒരു മനുഷ്യനെയും പഴപ്പിക്കുന്നില്ല, ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. കന്നുകാലികൾ വളരെ ഉപകാരമുള്ള ജീവികളാണ് കേട്ടോ. അതും പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് കേട്ടോ. അതിലേക്കാണ് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിൽ വിരൽ ചൂണ്ടുന്നത്. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവർ കണ്ടില്ലേ, അന്നാ ഖലഖനാ ലഹും, അവർക്ക് നമ്മളതാ അവരുടെ നന്മയ്ക്ക് വേണ്ടി പടച്ചു കൊടുത്തിരിക്കുന്നു. മിമ്മാ അമിലത്ത് ഐദീന. ചിലർക്ക് ഖുർആനിലോ ഹദീസിലോ യദ് എന്ന വാക്ക് കണ്ടാൽ പടച്ചവന് കൈയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഏർപ്പാടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഭീമാബദ്ധമാണ് മുസ്ലിമീങ്ങളെ. അതിനൊക്കെയും മഹാന്മാരായ പണ്ഡിതന്മാര് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്.
ഖലഖതു ബിയദയ്യ എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തുണ്ട്. ഇവിടെ പറഞ്ഞത് ഐദീന എന്നാണ്, അവിടെ പറഞ്ഞത് യദയ്യ എന്നാണ്, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് യദുല്ലാഹി ഫൗഖ ഐദീഹിം എന്നാണ്. അവിടെയൊക്കെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്? ആ ഉദ്ദേശിക്കപ്പെട്ടതിന്റെ വ്യാഖ്യാനം പറയുന്ന പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലാഹുവിന്റെ സ്വന്തം ഖുദ്റത്ത് കൊണ്ട്, സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം തീരുമാനപ്രകാരം അവൻ ഡയറക്റ്റ് പടച്ചു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. അതുപോലെ ഇവിടെ അല്ലാഹ് പറയാണ് മിമ്മാ അമിലത്ത് ഐദീനാ. നേരെ ആ വാക്കിന്റെ അർത്ഥം കരങ്ങൾ, കൈകളെന്നാണ്. അപ്പൊ പടച്ചവന് കുറെ കൈകളുണ്ടെന്ന് ഇതുകൊണ്ട് വാദിക്കാൻ പറ്റുമോ? വാദിച്ചാൽ അവന്റെ ഈമാൻ തെറ്റിപ്പോയി കേട്ടോ. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് പണ്ഡിതന്മാര് വിവരിക്കുന്നു. അതേ മിമ്മാ അമിലത്ത് ഐദീന, നമ്മളുടെ ശക്തി കൊണ്ട്, നമ്മൾ ഡയറക്റ്റായി തന്നെ എത്രയോ, ആരും അതിൽ കൂറുകൂടാതെ, ആരും പങ്കുചേരാതെ നമ്മൾ തന്നെ അതാ പ്രവർത്തിച്ചുണ്ടാക്കിയിരിക്കുന്നു, പടച്ചിരിക്കുന്നു. അൻആമൻ, കന്നുകാലികളെ, ഫഹും ലഹാ മാലികൂൻ, അവർക്കൊന്നും അതിലൊരു പങ്കുമില്ലല്ലോ. എന്നിട്ടോ കന്നുകാലികളെ പടച്ചിട്ട് ഇപ്പൊ ആരടാ കന്നുകാലി എന്ന് ചോദിക്കുമ്പോ അത് അവന്റെ കുട്ടനാണ്, ഇവന്റെ പോത്താണ്, ഇവന്റെ എരുമയാണ് എന്നതിന്റെ ഉടമസ്ഥാവകാശം അവർക്ക് കിട്ടിയ രൂപത്തിൽ അവരതിന്റെ ഉടമസ്ഥന്മാരായി തീരുകയാണ്. അല്ലാഹ് പറയുന്നത്, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് ഒട്ടകത്തിനെ നിയന്ത്രിക്കാൻ കഴിയോ? പോത്തിനെ പിടിച്ചാ കിട്ടോ? നിങ്ങൾക്ക് സാധിക്കോ? എന്റെ വകയിൽ നിങ്ങൾക്ക് തന്ന അനുഗ്രഹമല്ലേ അത്. വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ. അതിനെ നിങ്ങൾക്ക് നമ്മൾ പാകപ്പെടുത്തി തന്നിരിക്കുന്നു, അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. ചോദിക്കട്ടെ, ഒരു ഒട്ടകത്തിന്റെ ആരോഗ്യം എത്രയാ? എന്നിട്ട് ആ ഒട്ടകം നിങ്ങളുടെ ചരക്കും വഹിച്ച് നിങ്ങളെയും വഹിച്ച് നിങ്ങൾ പറയും പോലെ മരുഭൂമിയിലൂടെ ആ ഒട്ടകം നീങ്ങുന്നില്ലേ? നിങ്ങൾക്ക് ഒട്ടകത്തെ പാകപ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങളെക്കാൾ എത്ര വെയിറ്റ് ഉണ്ട്, എത്ര ശക്തിയുണ്ട് ആ മുരിക്കുട്ടന്, അതുപോലെ തന്നെ ആ വലിയ പശുവിന്, ആ പോത്തിന്, എരുമക്ക്, അതൊക്കെ എന്നിട്ടും നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നിരിക്കുന്നു. വദല്ലൽനാഹലഹും, അവർക്ക് നമ്മളത് പാകപ്പെടുത്തി കൊടുത്തിരിക്കുന്നു നബിയേ. ഫമിൻഹാ റകൂബുഹും, അതിൽപ്പെട്ടതാണ് അവരെ വാഹനങ്ങൾ, ഒട്ടകങ്ങളും കാളകളുമൊക്കെ വാഹനമായി ഉപയോഗിക്കുന്നില്ലേ? വമിൻഹാ യഅ്കുലൂൻ, അതിൽ നിന്ന് അവർ തിന്നുകയും ചെയ്യുന്നു. അതേ, ആടുകളെ അറുത്ത് തിന്നുന്നു, ഒട്ടകങ്ങളെ അറുത്ത് തിന്നുന്നു, കാളകളെ അറുത്ത് തിന്നുന്നു. പിന്നെയും റബ്ബ് പറയുന്നു, വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യസ്കുറൂൻ. ആ കന്നുകാലികളിൽ അവർക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടല്ലോ. അതേ, അതിന്റെ അതാ ആട്ടിന്റെ രോമം ഉപയോഗിക്കുന്നില്ലേ? പലതിന്റെയും തോല് ഉപയോഗിക്കുന്നില്ലേ? എല്ല് ഉപയോഗിക്കുന്നില്ലേ? മാംസം ഉപയോഗിക്കുന്നില്ലേ? വമശാരിബ്, അത്തരം ജീവികളിൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള പാലുമില്ലേ? കുടിക്കാനും ആ കന്നുകാലികളിൽ നിങ്ങൾക്ക് വകുപ്പ് വെച്ചിട്ടില്ലേ? അഫലാ യസ്കുറൂൻ, ഇതൊക്കെയും അവർക്ക് കൊടുത്തിട്ട് അവര് നന്ദി ചെയ്യുന്നില്ലേ? എന്റെ ഏകത്വം അംഗീകരിച്ച്, ഞാൻ പറഞ്ഞേറ്റ എന്റെ ഹബീബിന്റെ മഹത്വം അംഗീകരിച്ച് ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ അവർ തയ്യാറാകുന്നില്ലേ? അവര് നന്ദി കാണിക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആൻ വീണ്ടും ചിന്തയെ തട്ടി ഉണർത്തി അല്ലാഹുവിലേക്ക് മനസ്സിനെ വിളിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അതിന് തന്നെയല്ലേ നമ്മുടെ വഅലിന്റെ സദസ്സുകൾ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. പടച്ച റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലല്ലേ വഅല്. മനുഷ്യരുടെ
മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കലല്ലേ ദഅവത്ത്. അല്ലാതെ പ്രബോധനം ദഅവത്ത് എന്ന് പറഞ്ഞാൽ കുറെ മുൻഗാമികളെ ചീത്ത പറയലാണോ, കുറെ മഹാന്മാരെ ഇകഴ്ത്തലാണോ, സ്വന്തം ബാപ്പയെയും ഉമ്മയെയും നരകത്തിലാണെന്ന് പ്രഖ്യാപിക്കലാണോ, അല്ലെങ്കിൽ അതാ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയലാണോ? അല്ലല്ലോ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? വഅമില സാലിഹാ, അവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, എന്നിട്ടോ ഞാനൊരു വലിയവനാണെന്ന് പറയുന്നില്ല. എന്റെ രാജാവായ റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ട അടിമയാണ് ഞാനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതല്ലേ സുഹൃത്തുക്കളെ ദീനിന്റെ ദഅവത്ത് നടത്തുന്നവർക്കുള്ള ബഹുമാനം. ഇരിക്കട്ടെ, ഞാൻ ചുരുക്കി പറയുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കൂ. അല്ലാഹുവിന്റെ അപാരമായ കഴിവ് ഈ ജീവികളെ പറ്റി പറഞ്ഞാൽ അത് തന്നെ വലിയ അത്ഭുതമാണ്, അല്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇവിടെ അതാ ഒരു 3 കാല് നിൽക്കുന്നു. ആ 3 കാലും ഇങ്ങനെ കവച്ചു വെച്ചിരിക്കുകയാണ്. എന്നാ സുഹൃത്തുക്കളെ ഇവിടെ ഒരു മൈക്ക് സെറ്റ് വെച്ചിരിക്കുന്നു. അതിന്റെ ചോടേ ഭാഗം വട്ടത്തിലാണ്. എന്തെന്നാലല്ലേ ഇതവിടെ നിൽക്കൂ? ഞാൻ പറയട്ടെ, മേൽഭാഗത്ത് വളരെ തടിച്ചൊരു സാധനം, എന്നിട്ട് അതിനൊരു മെലിഞ്ഞ കാല് കൊടുത്താൽ അത് നിൽക്കുമോ? എന്നാൽ നിങ്ങളൊന്ന് നോക്കൂ, ഒട്ടകത്തിലേക്ക് നോക്കൂ, കാളയിലേക്ക് നോക്കൂ, പശുവിലേക്ക് നോക്കൂ. എത്ര വെയിറ്റുള്ളൊരു ബോഡിയാണത്. എന്നിട്ടോ മെലിഞ്ഞ കാലിന്റെ മേലെ അത് നടക്കുമ്പോ മറിഞ്ഞ് വീഴുന്നില്ല, ഓടുമ്പോൾ ഒന്നും പറ്റുന്നില്ല. അതിന്റെ ശരീരം തന്നെ അത്ഭുതകരമായ സൃഷ്ടിപ്പല്ലേ? ഇനിയും നിങ്ങളൊന്ന് നോക്കൂ, ആ മൃഗം അതിൽ നിന്ന് നമുക്ക് പാല് കിട്ടുന്നുവെന്ന് പറഞ്ഞു, അല്ലേ? നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂമിയെക്കുറിച്ച്. ആ ഭൂമിയിൽ ഒരേ വളം, ഒരേ വെള്ളം, ഒരേ മണ്ണ്, അതിൽ നിന്നതാ പല നിലക്കുള്ള സസ്യങ്ങൾ. അതേ ഒരു സ്ഥലത്ത് മുളക്, അതിനപ്പുറത്ത് പുളി, അതിനപ്പുറത്തതാ കരിമ്പ്, അതിനപ്പുറത്തതാ പുളിക്കുന്നത്, മതിർക്കുന്നത്, ചവർക്കുന്നത്, കഴിക്കുന്നത് ഒക്കെ ഭൂമിയിൽ തന്നെയല്ലേ പടച്ചറബ് വ്യത്യസ്തമായ വിധത്തിൽ ഭൂമിയിൽ പടച്ചു വെച്ചത്. എന്നിട്ടോ അതിൽ നിന്നതാ തിന്നുന്നു കന്നുകാലികൾ, അതിൽ നിന്നതാ തിന്നുന്നു മനുഷ്യർ. അത് തിന്നപ്പോൾ ആ വസ്തു എന്തായി മാറി? പോഷകങ്ങളായി മാറിയിട്ട് അതിലൂടെ അതാ മാംസവും എല്ലും സെല്ലും വളരുന്നു. അതിങ്ങനെ വളർന്നു വന്നപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിക്കൂ, അതിലൂടെ രക്തമുണ്ടായില്ലേ? ആ രക്തം ഇങ്ങനെ കഥാ പശുവിന്റെയും എരുമയുടെയും അതുപോലെ ഒട്ടകത്തിന്റെയും ഒക്കെ ശരീരത്തിലേക്ക് വന്നപ്പോ അതാ നമുക്ക് കാണാൻ കഴിഞ്ഞു. നേരത്തെ പച്ചപ്പുല്ലുകളായിരുന്ന സാധനങ്ങൾ, ആ പച്ചപ്പുല്ലുകളായിരുന്ന സാധനങ്ങൾ അവകൾ തിന്നപ്പോൾ അറിയാമല്ലോ, നേരത്തെ കളിമണ്ണിൽ നിന്നത് വളർന്നു. അങ്ങനെ അത് പച്ചപ്പുല്ലുകളും അതുപോലെ സസ്യങ്ങളുമായി മാറി. ആ വസ്തുക്കൾ തിന്നപ്പോൾ അത് രക്തമായി മാറി. ആ രക്തം ഈ ശരീരത്തിലെത്തിയതിന് ശേഷം അല്ലാഹു തആല പിന്നെയും അതിനെ തരമാറ്റുകയാണ്. അങ്ങനെ അതാ രക്തത്തിന്റെ ഭാഗത്തിലൂടെ തന്നെ പാലുൽപാദിപ്പിക്കപ്പെടുന്നു. ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റതൻ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. അല്ലാഹ് സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കന്നുകാലികളിൽ വലിയ പാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി, അതിന്റെ വയറുകളിൽ ഉള്ളതിൽ നിന്ന് നിങ്ങളെ നമ്മൾ കുടിപ്പിക്കുന്നു, നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നു വയറ്റിൽ നിന്ന്. മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ, ഒരു ഭാഗത്ത് രക്തമാണ്, മറ്റൊരു ഭാഗത്ത് അതാ വലിയ വലിയ ചാണകത്തിന്റെ നജസിന്റെ മാലിന്യത്തിന്റെ പണ്ടമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് നജസും കാഷ്ടവും, ഒരു ഭാഗത്ത് അതാ രക്തവും. അതിന്റെ ഇടക്ക് കൂടി നിങ്ങൾക്ക് നമ്മളങ്ങ് തരുന്നു പാല്. അതേ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ.
ഭൂമിയിൽ കുടിക്കുമ്പോൾ തൊണ്ടയിൽ കിട്ടാത്തൊരു സാധനം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന വല്ലാത്ത ഔഷധ വീര്യമുള്ള വല്ലാത്ത പോഷകങ്ങൾ അടങ്ങിയ അത്ഭുതകരമായ പാല് നിങ്ങൾക്ക് തന്ന സ്ഥലം നിങ്ങളൊന്ന് നോക്കൂ. അവിടെ നിങ്ങളൊന്ന് കത്തിയെടുത്ത് മുറിച്ചു നോക്കിയാൽ ചോരയല്ലേ ഒലിക്കുന്നത്, അതിനിപ്പുറം നോക്കിയാൽ കാട്ടമല്ലേ കാണുന്നത്. അതേ, ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ വളർത്തി, പുല്ല് പുഷ്പങ്ങൾ വളർത്തി, അത് കഴിച്ചിട്ടുള്ള വസ്തുക്കൾക്ക് അതിലൂടെ അത് ആ രക്തം കൊടുത്തു. ആ രക്തം തരം മറിച്ചു അതേ പാലിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോയി. ഇനി നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കൂ, ആ പാല് കൊണ്ടുപോയിട്ട് മനുഷ്യനതാ ആ പാലിൽ നിന്നതാ തൈരെടുക്കുന്നു, ഒരെടുക്കുന്നു, എണ്ണയെടുക്കുന്നു, അതിൽ നിന്ന് പാൽക്കട്ടി ഉണ്ടാക്കുന്നു. പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. അങ്ങനെയൊക്കെയും നിങ്ങളെ മുന്നിൽ ഉണ്ടായിട്ട് പിന്നെയും എന്നെ പടച്ച റബ്ബിന് എന്റെ ശരീരം ഖബറിന്ന് നശിച്ചാൽ വീണ്ടും അല്ലാഹു തആല എന്നെ പിന്നെയും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഇതൊക്കെയും കണ്ടിട്ട് ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യനെ പോലെ ലോകത്ത് ഭാഗ്യമില്ലാത്തവനാരാണ്? ഓ സുഹൃത്തുക്കളെ, എത്രയെത്ര അത്ഭുതങ്ങളാണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കാൻ അല്ലാഹു വെച്ചിട്ടുള്ളത്. സൂറത്ത് യാസീനിലൂടെ അല്ലാഹു അതിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇനി വിരൽ ചൂണ്ടുന്നു എന്നോട് പഠിച്ചവന് വിരലുണ്ട് എന്ന് പേരോട് പറഞ്ഞെന്ന് പറയണ്ട, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അതൊരു പ്രയോഗമാണ്. ഏതുപോലെ കാലത്തിന്റെ കുളമ്പടി ശബ്ദം എന്ന് പറയും. അപ്പൊ കാലത്തിന്റെ ഒരു കുളമ്പുണ്ട് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്, അത് ഭാഷ അറിയാത്ത തകരാറാണ്. ഓ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോരോ വിഷയങ്ങളും ചൂണ്ടുകയാണ്. നമ്മളെ ചിന്ത വികസിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഓരോ വിഷയങ്ങളും അല്ലാഹു തആല കാണിച്ചു തരികയാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, ഇതൊക്കെ ഉണ്ടായിട്ടും ഇതെല്ലാം കണ്ടിട്ടും പഠിക്കാതെ അബൂജഹലും മുത്ബത്തും ശൈബത്തും തുടങ്ങിയ മക്കാ മുശ്രിക്കുകൾ ചെയ്ത പണി എന്താണെന്നറിയോ? അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്പിയാക്കളെ വിളിച്ചതല്ല കേട്ടോ അവരെ കുഴപ്പം, ഔലിയാക്കളെ വിളിച്ചതല്ല കേട്ടോ അവരെ കുഴപ്പം. അവരെ കുഴപ്പം എന്താണെന്നാണ് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്ത് യാസീൻ പറയുന്നത്, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായത്തിന് അവർ മലക്കുകളെയോ സഹായത്തിന് വേണ്ടി അവർ ഔലിയാക്കളെയോ അമ്പിയാക്കളെയോ അല്ലാഹു നിശ്ചയിച്ചു എന്നത് അംഗീകരിച്ചതല്ല കേട്ടോ അവരെ കുഴപ്പം. അത് അല്ലാഹുവിന്റെ സൈന്യങ്ങളല്ലേ, അത് അംഗീകരിക്കുന്നതിന് എവിടെയാ കുഴപ്പം? പിന്നെ അവർക്ക് പറ്റിയ കുഴപ്പം എന്താണ്? അല്ലാഹു വ്യക്തമായി പറയുന്നു, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ. മക്കയിലെ മുശ്രിക്കുകളും മറ്റ് മുശ്രിക്കുകളുമൊക്കെ അവരതാ പടച്ചവനെ കൂടാതെ ദൈവങ്ങളെ ആക്കിയിരിക്കുന്നു. എന്തിനാ ദൈവം അല്ലാഹയല്ലാത്ത ദൈവമുണ്ടെന്നവര് വിശ്വസിച്ചത്? എന്തിനാ ദൈവമുണ്ടെന്നവര് വാദിച്ചത്? അല്ലാഹയല്ലാത്ത ദൈവമില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് അതിന്റെ പേരിൽ അവർ അത് പറയുന്നവരെ ആക്രമിച്ചത്? ലഅല്ലഹും യുൻസറൂൻ. അവരുടെ ധാരണ പടച്ചവനല്ലാത്ത അല്ലാഹയല്ലാത്ത ദൈവങ്ങൾ അവരെ സഹായിക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. അങ്ങനെ അല്ലാഹയല്ലാത്ത ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തിൽ ഞങ്ങൾക്ക് സഹായം ലഭിക്കും, അതുകൊണ്ട് പടച്ചവന് ആരാധിക്കേണ്ടതില്ല, പടച്ചവൻ പറഞ്ഞേച്ച മുഹമ്മദ് നബി അംഗീകരിക്കേണ്ടതില്ല എന്ന വിശ്വാസത്തിലേക്ക് അവരങ്ങ് ചെന്നെത്തി. അങ്ങനെ കുറെ ദൈവങ്ങളെ അവരങ്ങ് സ്ഥാപിച്ചു. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. എന്നാൽ ആ ദൈവങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയോ? നിങ്ങളോടൊക്കെ ഞാൻ ഇന്നലെ സഹായം തേടിയിട്ടുണ്ട്, മിനിഞ്ഞാന്നും സഹായം തേടിയിട്ടുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സഹായം വാങ്ങാൻ ആ ബക്കറ്റ് പിടിച്ചിട്ട് അയാൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ആരും ദൈവമാണെന്ന നിലക്കല്ല നിങ്ങളോട് സഹായം തേടുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. പടച്ചവൻ നിങ്ങൾക്ക് തന്ന കഴിവിൽ നിന്ന് തരണമെന്ന നിലക്കാണ് സഹായം ചോദിക്കുന്നത്. ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എല്ലാവരും അല്ലാഹു തന്നതിൽ നിന്ന് സഹായിക്കണം. അല്ലാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ. അങ്ങനെ ഖുർആനിലില്ല, ഹദീസിലില്ല. ഒരു നബിയും ഒരു റസൂലും ഒരു വലിയും ഒരു മഹാനും ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല.
പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇനിസ്തൻസിറൂകും ഫിദ്ദീനി ഫഅലൈകുമുൻ നസ്ർ, നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങൾ സഹായം നൽകണമെന്നാണ്. ഇതാരെയും മാറ്റിവെച്ചിട്ടില്ല. സഹായം ചോദിക്കുന്നതിന് കുഴപ്പവുമില്ല. പക്ഷേ ദൈവമാണെന്ന നിലക്ക് സഹായം ചോദിക്കാൻ പാടില്ല, ദൈവപുത്രനാണെന്ന നിലക്ക് സഹായം ചോദിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നല്ല സഹായം നൽകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സിറാജുൽ ഹുദയുടെ ഒരു മാസത്തെ ചെലവിന് 30 ലക്ഷം ഉറുപ്പിയോളം ചെലവിന് വേണം. ഇപ്പൊ ഞാൻ വരുന്നതിന് കുറച്ച് മുമ്പ് ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരാൾ 25,000 ഉറുപ്പിക നേർച്ച തന്ന് ഏൽപ്പിച്ചു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശം നിനക്കറിയാം, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെയും അതുപോലെ ബന്ധപ്പെട്ടവരുടെയും ഒക്കെ പ്രശ്നങ്ങൾ നിനക്കറിയാം, എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനേ. അങ്ങനെ ആളുകൾ നേർച്ച തരുന്ന സംഖ്യകൾ. ഇവിടെ വന്നപ്പോൾ ഒരാൾ, നമ്മുടെ സൂഫി ഹാജി, 4 പവനോളം ഉള്ള സ്വർണം എന്നെ ഏൽപ്പിച്ചു. അല്ലാഹുവേ, അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അതുപോലെ നമ്മുടെ തൂക്കുന്നിലെ സൂഫി ഹാജി, അതുപോലെ അദ്ദേഹം കാര്യമായ വിഷയങ്ങൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, നിനക്കതറിയാം, നീ തന്നെ അത് കൊടുക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും നല്ല സഹായം ചെയ്യണം. ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹലും ഉത്ബത്തും ശൈബത്തുമൊക്കെ പടച്ച റബ്ബിന് നന്ദി കാണിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കിയിട്ട് അവിടുത്തെ കൊല്ലാൻ ശ്രമിച്ചു. അവിടുന്ന് അതാ നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി കഴുത്തിലിട്ടു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് പറഞ്ഞതിന്റെ പേരിൽ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ വലിയ കുന്തങ്ങൾ പിണ്ട് കുത്തിയിട്ടവർ കൊന്നുകളഞ്ഞു. എന്തേ കാരണം? അല്ലാഹയല്ലാതെ ഇലാഹില്ല എന്ന് പ്രഖ്യാപിച്ചതല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ സ്റ്റേജിൽ വെച്ച് നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പോൾ ചൊല്ലി. അങ്ങനെ അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുന്ന മുഅ്മിനീങ്ങൾ, അവരെ ആരും മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണെന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കിയാൽ, ഓ ചെറുപ്പക്കാരാ, പടച്ചവന്റെ മുമ്പിൽ നിന്റെ പ്രതിപക്ഷത്തുണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് ഇന്ന് വരെ ഉള്ള ഔലിയാക്കളും സാലിഹീകളും ആരിഫീകളും ഔലിയാക്കളും പണ്ഡിതന്മാരും ഇമാമീങ്ങളുമാണ് കേട്ടോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിവരക്കേടിലും നീ പെട്ടുപോകല്ലേ. ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ലാ യസ്തതിഊന നസ്റഹും മക്കയിലെ മുശ്രിക്കുകൾ, അതുപോലുള്ള മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകൾ വേറെ ദൈവങ്ങളെ സഹായത്തിന് വേണ്ടി സ്ഥാപിച്ചു. അല്ലാഹുവിനെ കൂടാതെ ദൈവങ്ങളെ സ്ഥാപിച്ചു. അവരെ പറ്റി അല്ലാഹ് പറയാണ്, ലാ യസ്തതിഊന നസ്റഹും ഒരിക്കലും തന്നെ ആ ദൈവങ്ങൾ മുഖേന ഒരു സഹായത്തിനും അവർക്ക് സാധ്യമല്ല. അറിയാമല്ലോ, കാരണം ലോകത്ത് ഏത് കാര്യം നടക്കണമെങ്കിലും ശേഷം പറയാൻ പോകുന്നുണ്ട്, ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു തആല ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ നടക്കൂല, സംശയമില്ല. അതേ, അവൻ ഫഅലുൽ ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്നതിനെ ഉണ്ടാക്കുന്നവനാണ്, ചെയ്യുന്നവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ നടക്കൂല. എത്രത്തോളം വമാ തശഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കാത്തത് ഒരാൾക്കും ഉദ്ദേശിക്കാൻ തന്നെ സാധ്യമല്ല.
എന്റെ കൈവിരൽ ഞാൻ പൊക്കണമെങ്കിൽ എന്റെ കൈവിരൽ പൊക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കണ്ടേ? അത് ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹു തആല അത് ഉദ്ദേശിക്കണം. അപ്പോഴേ എന്റെ കൈവിരൽ പൊക്കാൻ എനിക്ക് കഴിയൂ, അപ്പോഴേ ഞാനത് ഉദ്ദേശിക്കൂ. ഉദ്ദേശിക്കുമ്പോഴേ പൊക്കാൻ ശ്രമിക്കുമ്പോഴാണ് അല്ലാഹ് എനിക്കതിന് കഴിവ് തരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, അല്ലാഹ് ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും ഉദ്ദേശിക്കുക പോലുമില്ല. പിന്നെ എങ്ങനെയാണ്? അള്ളാഹുവിന്റെ തീരുമാനമല്ലേ, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് അവന്റെ തീരുമാനമല്ലേ, അഥവാ അവന്റെ പ്രഖ്യാപനമല്ലേ, അവന്റെ ഓർഡറല്ലേ? ആ ഓർഡർ പ്രകാരം അള്ളാഹ്ക്ക് മാത്രമേ ആരാധിക്കാവൂ എന്ന് പ്രവാചകന്മാര് വന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞതിന്റെ പേരിൽ അവരെ കൊള്ള കുതിര കയറിയ അബൂജഹലും ഉത്ബത്തും ഫിറൗനും നമ്രൂദും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കക്ഷികളുണ്ടല്ലോ. ആ കക്ഷികൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ദൈവങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്നാണെങ്കിൽ അവർക്ക് താക്കീതല്ലേ ഖുർആൻ പറയുന്ന അവരെ സഹായിക്കാൻ കഴിയൂല. കാരണം സഹായിക്കണമെങ്കിൽ തന്നെ സഹായിക്കണമെന്ന് ആദ്യം അത് ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹ് ഉദ്ദേശിക്കണ്ടേ, അല്ലാഹ് കഴിവ് കൊടുക്കണ്ടേ? അങ്ങനെ അല്ലാഹ് ഉദ്ദേശിക്കാതെ അല്ലാഹ് കഴിവ് കൊടുക്കാതെ ഇവിടെ ആർക്കെങ്കിലും എന്തിനെങ്കിലും കഴിയുമോ? ഒന്നിനും കഴിയില്ല. അതല്ലേ ആയത്തുൽ കുർസിയിലും അല്ലാഹ് പറഞ്ഞത്, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ പടച്ചവന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യുന്നവൻ ആരടാ? എന്തേ അല്ലാഹ് അങ്ങനെ പറയാൻ കാരണം? അതേ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു പടച്ചവനോട് ആജ്ഞാസ്വരത്തിൽ, പടച്ചവനോട് കൽപ്പനാസ്വരത്തിൽ കൊടുക്കണം ഞങ്ങൾ ആരാധിച്ചവർക്ക് നീ എന്ന് ആ ദൈവങ്ങൾ പറഞ്ഞാൽ പടച്ചവൻ കൊടുക്കേണ്ടി വരുമെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണ് മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ. ഒരിക്കലും തന്നെ അല്ലാഹുവല്ലാത്തവർക്ക് പങ്കുണ്ട് പടച്ചവന്റെ അധികാരത്തിൽ എന്ന് വിശ്വസിക്കുന്നവർ, അവർക്കല്ലേ മുശ്രിക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ അധികാരത്തിൽ പങ്കുണ്ടെന്ന്, ഏതോ ഒരു വിഷയത്തിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകൾ അതാ വിശ്വസിക്കുന്നു ഞങ്ങളെ ദൈവങ്ങൾ പടച്ച റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമെന്ന് അല്ലാഹ് പറയുന്നു. അങ്ങനെ അള്ളാഹിനോട് കൽപ്പിച്ചിട്ട്, അള്ളാഹിനോട് ആജ്ഞാപിച്ചിട്ട് അള്ളാഹ് കൽപ്പന സ്വീകരിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരു റെക്കമെൻഡുകാരനും ഇല്ല. പടച്ചവൻ അവന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടേണ്ടി വരുന്ന ഒരു റെക്കമെൻഡുകാരനുമില്ല. റെക്കമെൻഡ് ചെയ്യുന്ന അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, മലക്കുകളുണ്ട്, മഹാന്മാരുണ്ട്. അവരൊന്നും പടച്ചവനോട് കൽപ്പിക്കുന്നവരല്ല, താണുകേണ് അപേക്ഷിക്കുന്നവരാണ്. ആ അപേക്ഷ നടത്താൻ അല്ലാഹ് തന്നെ അവരോട് പറഞ്ഞതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ പറഞ്ഞില്ലേ, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനില്ല ഉള്ള സ്ത്രീകൾക്കും നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അല്ലാഹു തആല പറഞ്ഞില്ലേ. അങ്ങനെ അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം അല്ലാഹ് കഴിവ് കൊടുക്കുന്നതിനാൽ റെക്കമെൻഡ് ചെയ്യുന്ന മഹാന്മാരുണ്ടെന്നല്ലാതെ ഒരിക്കലും തന്നെ പടച്ചവനെ കൽപ്പിച്ചിട്ട് അനുസരിപ്പിക്കാൻ പറ്റുന്ന ഒരു റെക്കമെൻഡുകാരനും ഇല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, പടച്ചവന്റെ ഉത്തരവില്ലാതെ റെക്കമെൻഡ് ചെയ്യുന്നവൻ ആരടാ? അങ്ങനെ ഒരൊറ്റ സൃഷ്ടിയുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു വസ്തുവുമില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിച്ച ആശയം മുസ്ലിമീങ്ങളെ.